മനുഷ്യവംശത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ അതിവിശിഷ്ടമായ പങ്ക് വഹിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ്. മറിയവുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയാക്കപ്പെട്ട അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു നീതിമാനായ മനുഷ്യനായി വിശുദ്ധ ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്നാൽ ദൈവദൂതന്റെ നിർദ്ദേശപ്രകാരം ജോസഫ് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് മറിയത്തെ ഭാര്യയെയും അവൾ ഗർഭം ധരിച്ച കുഞ്ഞിനെ സ്വന്തം മകനായും സ്വീകരിച്ചു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം പേരെഴുതിക്കാനായി ബെത്ലഹേമിൽ എത്തിച്ചേർന്നപ്പോൾ മറിയത്തിന് പ്രസവ സമയം അടുക്കുകയും ജോസഫ് പുൽക്കുടിലിലെ ദൈവപുത്രന്റെ പിറവിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഹേറോദേസിന്റെ വധകൽപ്പനയിൽ നിന്നും ദൈവനിർദ്ദേശപ്രകാരം കുടുംബസമേതം ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ജോസഫ് തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം എന്ന തന്റെ ദൈവനിക്ഷിപ്തമായ ദൌത്യം മരണം വരെ ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റി. തിരുക്കുടുംബത്തിന് സംരക്ഷണം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായും കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന്റെ മേൽനോട്ടം അതീവ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റിയ പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും പരിചരണത്തിൽ അന്ത്യനിദ്ര പുൽകിയ ആ മഹാത്മാവിനെ നല്ല മരണത്തിന്റെ മധ്യസ്ഥനുമായാണ് സഭ വണങ്ങുന്നത്.